ഈ തിരൂരങ്ങാടിയിലെ സ്വതന്ത്ര സ്ഥാനാർത്ഥി നിയാസ് പുളിക്കലകത്ത് CPI ജില്ലാ കൗൺസിൽ അംഗം കൂടിയാണ്. അദ്ദേഹം രാജാവ് നഗ്നനാണെന്ന് പരോക്ഷമായി പിണറായി വിജയനെ വിമർശിച്ചുള്ള ഒരു പോസ്റ്റ് ഇട്ടിരുന്നത് പിൻവലിക്കുകയും ചെയ്തു. ഇപ്പോൾ ഈ മലപ്പുറം ജില്ലയിലെ ഇടത് സ്വതന്ത്രന്മാരൊക്കെ സർക്കാരിനെതിരെ ഇടതുപക്ഷത്തിനെതിരെ തിരിയുന്ന ഒരു സാഹചര്യം, ഇത് മാറി വരുന്ന രാഷ്ട്രീയ അന്തരീക്ഷമാണോ, അതിൻ്റെ സൂചനയാണോ? അല്ല, മാറി വരുന്ന രാഷ്ട്രീയ അന്തരീക്ഷം തന്നെ ആണ് അത്. ഇപ്പോൾ ഈ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ അല്ലെങ്കിൽ അവരുടെ മുന്നണിയുടെയും ഗവൺമെൻറ്റിൻ്റെയും വലിയ അപജയമാണ് ഇത് കാണിക്കുന്നത്. കൂടുതൽ ഭരണകക്ഷി നേതാക്കന്മാർ രംഗത്ത് വന്ന് അച്ചടക്കം ലംഘിക്കാനും അതുപോലെ തന്നെ പറയാനും ഒന്നും മടിക്കുന്നില്ല എന്നുള്ളത് ആ മുന്നണിയുടെ ബലഹീനതയും അപജയവും തന്നെയാണ്. ഒരു സംശയം ആ കാര്യം. അതിൻ്റെ അർത്ഥം അടുത്തത് UDF ആണ് എന്നുള്ളത് തന്നെയാണ്. ലീഗ് നേതാക്കളുമായിട്ടൊക്കെ ചർച്ച നടത്തി എന്നൊക്കെ പറയുന്നു. അങ്ങനെ ചർച്ച നടന്നിട്ടുണ്ടോ? നിയാസ് പുളിക്കലകത്ത് മത്സരിച്ച മജീദ് സാഹിബ് ഇവിടെ ഉണ്ട്. മജീദ് സാഹിബിനെ അറിയുമെന്നറിയില്ല, നടത്തിയില്ല. ഈ ഇത്തരം ആളുകൾ മഞ്ഞനാകുടിയിലേക്ക് ഉൾപ്പെടെയുള്ള ആളുകളൊക്കെ വരുമ്പോൾ LDF അസംതൃപ്തരായവർ പ്രത്യേകിച്ച് മലബാറിലൊക്കെ ലീഗിലേക്കാണ് കൂടുതലായിട്ട് വരുന്നത്. ലീഗ് അവർക്കൊരു പ്രൊട്ടക്ഷൻ കൊടുക്കുന്നതുകൊണ്ടാണ്. അല്ല, അങ്ങനല്ല. ഞങ്ങളിപ്പോൾ ആളുകളെ കാത്തിരിക്കൊന്നുമല്ല. ഞങ്ങളിപ്പോൾ രാഷ്ട്രീയ കാലാവസ്ഥ വെച്ച് പറയുകയാണ് എന്നുണ്ടെങ്കിൽ UDF അടുത്ത അസംബ്ലി ഇലക്ഷനിൽ ഇവിടെ തൂത്തുവാരും ഈ വരാൻ പോകുന്ന ബൈ ഇലക്ഷനുകളും വലിയ ജയം ഉണ്ടാക്കും. ഈ രാഷ്ട്രീയ കാലാവസ്ഥ മാറുന്നത് കാണുമ്പോൾ എല്ലാവർക്കും മാറാൻ തോന്നുകയാണ്. അതാണ് ഞങ്ങളിതിനെപ്പറ്റി മനസ്സിലാക്കുന്നത്. ആരോടും മാറണ്ടെന്ന് നമ്മൾ പറയുന്നില്ല, പക്ഷേ ആരൊക്കെ കൊണ്ടുവരണം എന്ന വരി എവിടെയൊക്കെ അതൊന്നും ഞങ്ങൾ ആലോചിച്ചിട്ടില്ല. അത് വേറെ കാര്യങ്ങളാണ്.